ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിബൺ എംബ്രോയിഡറിയാണ്. ഇത്രയും ദിവസം നമ്മൾ ത്രെഡ് കൊണ്ടുള്ള പല വർക്കുകളും ബീഡ്സും സ്റ്റോണും ഒക്കെ കണ്ടു. ഇന്ന് കാണാൻ പോകുന്നത് റിബൺ എംബ്രോയിഡറിയാണ്. റിബൺ എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ പ്രയോജനമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റിബൺ എംബ്രോയിഡറിയാണ്. റിബൺ എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സാറ്റിൻ റിബൺ ഉണ്ടല്ലോ, ഇത് 1/2 ഇഞ്ച് വീതിയുള്ളതാണ്. 1/2 ഇഞ്ച് വീതിയുള്ളതും ഇതിൻ്റെ പകുതിയായിട്ട് 1/4 ഇഞ്ച് വീതിയുള്ളത് കണ്ടില്ലേ, ഇത് അതിലും ആദ്യത്തേതിലും വീതി കുറഞ്ഞത് 1/4 ഇഞ്ച് വീതിയും 1/2 ഇഞ്ച് വീതിയും ഉള്ള സാറ്റിൻ റിബണുകൾ ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മൾ റിബൺ എംബ്രോയിഡറിക്ക് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ റിബൺ എംബ്രോയിഡറി ചെയ്യാനായിട്ട് നമുക്ക് ഈ റിബൺ ഇത്രയും വീതിയുള്ള ഈ റിബൺ കടന്നു പോകുന്ന അത്രയും വലിയ ഹോളുള്ള ഒരു നീഡിൽ വേണം. ഇത് കണ്ടില്ലേ, ഈ നീഡിലിൻ്റെ ഹോൾ കണ്ടില്ലേ, ഈ റിബണ് സുഖമായിട്ട് കടന്നു പോകാനുള്ള ഇത്രയും വലുപ്പമുണ്ട്. ഈ 1/2 ഇഞ്ച് വലുപ്പമുള്ള ഈ റിബൺ പോലും സുഖമായിട്ട് കടന്നു പോകാനുള്ള കണ്ടില്ലേ, ഈ ഒരു ഇത്രയും വലിയ ഹോളുള്ള ഇതേപോലെ വലിയ ഹോളുള്ളതാണ് നമ്മൾ റിബൺ എംബ്രോയിഡറിക്കായിട്ട് യൂസ് ചെയ്യുന്ന നീഡിൽ. നമ്മൾ ഹൂപ്പാട്ടിലും കുഷനിലും ബെഡ്ഷീറ്റിലും ഒക്കെ ചെയ്യാനാണ് സാധാരണ ഇത് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് കടന്നു പോകുമ്പോൾ ഇതുണ്ടല്ലോ, ഇത്രയും വലിയ ഹോളുള്ള ഒരു നീഡിൽ കടന്നു പോകുമ്പോൾ അത് സ്റ്റിച്ച് നമ്മൾ ക്ലോത്തിലൊരു അത്രയും വലിയൊരു ഹോൾ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ സാധാരണ ചുരിദാറിലൊക്കെ അങ്ങനെ കോമൺ ആയിട്ട് ഇത് റിബൺ എംബ്രോയിഡറി യൂസ് ചെയ്യാറില്ല. എങ്കിലും നമുക്ക് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. ടീഷർട്ടിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ അപൂർവമായിട്ട് ഈ ഒരു റിബൺ എംബ്രോയിഡറി ചെയ്യുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിയുമ്പോൾ കാണിക്കാം, നല്ല ഭംഗിയാണ്. കാരണം ഹാൻഡ് എംബ്രോയിഡറിയുടെ പകുതി മെനക്കേടിൽ അതിൻ്റെ ഇരട്ടി ഭംഗിയിൽ നമുക്ക് ഈ റിബൺ എംബ്രോയിഡറി ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബെഡ്ഷീറ്റുകളിലൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. കാരണം ബെഡ്ഷീറ്റിലൊക്കെ നമുക്ക് ഈ 1/2 ഇഞ്ചിൻ്റെയൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലവറൊക്കെ ചെയ്താൽ ഒന്ന് കാണാനുണ്ട്. അതായത് എന്നാൽ വലിയ വർക്ക് വലിയ മെനക്കേടോ ഒട്ടില്ല താനും, ഒന്ന് ഉണ്ട് താനും. അതാണ് ഞാൻ പറഞ്ഞത്. ബെഡ്ഷീറ്റുകളിലൊക്കെ ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹൂപ്പാർട്ട് ഇല്ല നമ്മൾ ചെയ്താലും ഒരുവിധം ഒന്ന് കാണാനുണ്ട് എന്ന വർക്ക് ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഒത്തിരി നീളത്തിൽ നമ്മൾ എടുത്ത് ചെയ്യേണ്ട, നമുക്കത് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അധികം നീളമില്ലാതെ ആണ് ഈ സാറ്റൻ റിബൺ എടുത്ത് വയ്ക്കുന്നത്. ബാലൻസ് പോർഷൻ ഇങ്ങനെ അഴിഞ്ഞു പോകാതിരിക്കാൻ ഒന്നെങ്കിൽ നമ്മൾ സെൻറ്ററിലെ ഈ ഹോളിലൂടെ കയറ്റി ഒരു കെട്ടിട്ട് വയ്ക്കുകയോ ചെയ്യുക. അല്ല എങ്കിൽ സെല്ലോ ടേപ്പ് വെച്ച് നമുക്ക് ഒന്ന് ഒട്ടിച്ച് വെച്ചാലും മതി. ഇത് ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചാലും മതി. ഇത് ബാക്കി അല്ലെങ്കിൽ ഊർന്ന് മുഴുവൻ പോകുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് വെച്ചാലും മതി. അല്ല എങ്കിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നീഡിൽ വേണമെന്ന് പറഞ്ഞല്ലോ, ആ നീഡിലിൻ്റെ ഹോളിൽ കൂടെ ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. കയറ്റിയ ശേഷം ഇത് നമുക്ക് ഈ നീഡിൽ കൂടി ഒരു ലോക്ക് ഇട്ട് വയ്ക്കാം. നീഡിൽ നിന്ന് ഇത് ഇറങ്ങി പോകാതിരിക്കാൻ ഒരു ലോക്ക് ഇട്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടല്ലേ, അതിപ്പോൾ ഒരു ലോക്കാണ്, അതിൽ നിന്ന് ഇറങ്ങി പോരുകയില്ല. കാരണം ഇതിന് നീഡിൽ നമ്മൾ ക്ലോത്തിൽ ഈ ചെയ്യുന്നതൊക്കെ കനം കുറഞ്ഞ ക്ലോത്ത് ആകുമ്പോൾ വേഗം ഇറങ്ങിപ്പോരും. അല്ല ചെയ്യുന്ന കട്ടിയുള്ള ബെഡ്ഷീറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ വലിക്കുമ്പോൾ ഇത് നീഡിൽ നിന്ന് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലോക്ക് ഇടുന്നത്. അത് മനസ്സിലാകുകയുണ്ടോ? ഒന്നുകൂടെ ഞാൻ കാണിക്കാം. അതായത് നമ്മൾ ഇതിൻ്റെ ഹോളിലൂടെ ഇങ്ങനെ കയറ്റിയ ശേഷം ഇതിൻ്റെ ഈ ടിപ്പുണ്ടല്ലോ, ഇതിൻ്റെ ഈ ടിപ്പിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് കുത്തി വിടുകയാണ്. കുത്തി വിട്ട ശേഷം ഇതിങ്ങനെ വലിച്ച് ഇങ്ങനെ എടുക്കുന്നു. ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ അതോടെ ഒരു ലോക്കാണ്. ഈ സാറ്റിൻ റിബണിന് ഇങ്ങനത്തെ സാറ്റിൻ റിബൺ തന്നെ ഓർഗൻസ റിബണും കിട്ടും, സാറ്റിൻ റിബണും കിട്ടും. ഈ രണ്ടും നമുക്ക് ഈ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓർഗൻസയിലേക്കാളും കൂടുതൽ ഒന്നുകൂടി ഒരു ഭംഗി സാറ്റിൻ റിബണാണ്. ഇതിനൊരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട്. ഓർഗൻസ ഇട്ടും നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഓർഗൻസയ്ക്ക് അത്രയൊരു ഈ സാറ്റിൻ്റെ അത്ര ഒരു ഭംഗി വരാറില്ല. ഞാൻ സാധാരണ സാറ്റിൻ ഇട്ടാണ് ചെയ്യുവാണെങ്കിലും ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സാറ്റിൻ റിബണിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു വശം ഇതുണ്ടല്ലേ, ഒരു മാറ്റ് ഫിനിഷ് തിളക്കമില്ലാത്തൊരു ഇതും, എന്നാൽ ഒരു വശം നല്ല സാറ്റിൻ നല്ല തിളക്കത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഈ നല്ല വശം വെളിയിൽ വരുന്നതാണ്. അത് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടിപ്പിൽ ക്ലോത്തിൽ നിന്ന് ഊർന്ന് പോകാതിരിക്കാൻ ഒറ്റയൊരു കെട്ടിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഇത്ര വലിയ സാധനമല്ലേ, ഒന്ന് കെട്ടുമ്പോൾ തന്നെ അത് ഉണ്ടല്ലേ ആവശ്യത്തിന് വലുപ്പമുണ്ട്. ഒന്ന് കെട്ടി ഈ തുമ്പ് വേണേ ഒന്ന് കെട്ടി. ഇനിയിപ്പോൾ ചെയ്യുന്നതെന്ന് പറയാൻ ആദ്യം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റിബൺ എംബ്രോയിഡറിയിൽ ആദ്യമായിട്ടുള്ള സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഞാനൊരു സ്ട്രെയിറ്റ് ലൈനിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ലൈനിലാണ് ചെയ്യാൻ പോകുന്നത്. സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പ്രയാസമില്ല. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ,
അതിനോട് പോലെ തന്നെ റിബൺ കൊണ്ട് ചെയ്യുന്നതാണ് സ്ട്രെയിറ്റ് സ്റ്റിച്ച്. അപ്പോൾ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ റിങ്ങിലിട്ടാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ ഇത് ചെറിയ ഇതിലായതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ഇതല്ലേ ഞാൻ പറഞ്ഞ ഒരു ഇതൊന്ന് ക്ലോത്തിലൂടെ ഇത് ഒന്ന് വലിച്ചെടുക്കാനൊരു പ്രയാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ചുരിദാറുകളിലൊക്കെ നമ്മൾ നല്ല ക്ലോത്തുകളിലൊക്കെ ഇത്രയും വലിയൊരു ഹോള് വീണു, എന്നാലും വർക്ക് നല്ല ഭംഗിയാണ് കാണാൻ. അത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇത് ചുരിദാറുകൾ ചെയ്യുന്നവരുണ്ട്. നമ്മളങ്ങനെ അധികം നമ്മുടെ ഇവിടങ്ങളിലൊന്നും അങ്ങനെ അധികം കാണുന്നില്ല എന്നേ ഉള്ളൂ. ഞാനത് ചെയ്യുന്ന കാണിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ തിളക്കമുള്ള ഈ ഒരു ഭാഗം വെളിയിൽ വരുന്ന പോലെ ഈ ഒരു കൈ കൊണ്ട് റിങ്ങിട്ട് ചെയ്യുന്ന എളുപ്പമെന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾക്ക് രണ്ട് കൈയും ഒരേപോലെ യൂസ് ചെയ്യണം. കാരണം ഈ മേൽ വശത്ത് നമ്മൾ ഈ റിങ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ സാറ്റിൻ ഭാഗം, അതായത് തിളക്കമുള്ള ഭാഗം മേളിൽ വരുന്ന പോലെ നമ്മൾ നിവർത്തി പിടിച്ചുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ കയറ്റി വിടാവുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഇത്രയും വീതി ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ഒത്തിരി അങ്ങ് വലിച്ച് സ്ട്രെയിറ്റ് ആക്കി വിട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മൾക്ക് സ്റ്റെം എങ്ങാനും ചെയ്യുവാണെങ്കിൽ അത്രയും വലിച്ചങ്ങ് വിടാവുള്ളൂ. അല്ല എങ്കിൽ കണ്ടില്ല, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെറ്റൽ, ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ പോലെ തന്നെ നല്ല ഭംഗിക്ക് ജസ്റ്റ് ഇത്രയും ചെയ്തപ്പം തന്നെ ഇത് കണ്ടില്ല ഇരിക്കുന്നത്. 3D ഇഫക്റ്റാണ് വരുന്നത്. കാരണം ഇപ്പോൾ ഒരു നമ്മൾ ക്ലോത്തിൽ നിന്ന് പൊങ്ങിയാണ് ഇത് വരുന്നത്. അല്ലേ, ഇനി അടുത്തതായിട്ട് ഇത് സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ്. കാരണം വെറുതെ നമ്മൾ ചെയ്ത് വിടുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്ന് വിടുമ്പം തന്നെ അത് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റലായിട്ടാണ് വരുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ നല്ല ഭാഗം വെളിയിൽ പിടിച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ചുകൊണ്ട് കുത്തി വിടുക. തിരിഞ്ഞു പോകരുത്. ആ തിളക്കമില്ലാത്ത ആ ഒരു ഭാഗം ഫ്രണ്ടിൽ വന്നാൽ അതിൻ്റെ ഒരു ഭംഗി പോകും. ഇതല്ലേ, നമ്മൾ ആ തിളക്കമുള്ള ഭാഗം വെളിയിൽ വരുന്ന പോലെ ഇങ്ങനെ വേണം ചെയ്യാൻ. ഇത് നമ്മൾ 1/2 ഇഞ്ച് വലിപ്പമുള്ള റിബണാണ്, ആയതുകൊണ്ടാണ് ഇത്രയും നമ്മൾക്ക് ഈ വിരിവ് ചുളുങ്ങി ഇങ്ങനെ വരുന്നത്. ഇതിപ്പം തീരെ ചെറിയ ഒരു ഇതായിട്ടാണ് ഞാൻ ചെയ്തത്. സ്വല്പം കൂടെ നീട്ടി നമുക്ക് എടുക്കാം. ഇപ്പോൾ അടുത്ത ഞാൻ ഇച്ചിരി കൂടെ നീട്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പം നേരെയാക്കി പിടിച്ചിട്ടുണ്ട്, ഈ വിരലോട് പിടിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ മറ്റേ കൈ അത് യൂസ് ചെയ്യാത്തത്. കാരണം നേരെയാക്കി ഞാൻ പിടിച്ചൊക്കെയാണ്. ഇത് തിരിച്ചൊന്ന് കൊടുക്കണം. തിരിച്ചിട്ട് ഇനിയിപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടേ വരുള്ളൂ. കണ്ടോ, ഇതിപ്പോൾ ആദ്യത്തേനേക്കാളും സ്വല്പം കൂടെ നീളത്തിൽ ചെയ്തത്. ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് വരുന്നത്. ഇതല്ലേ, ഇത് പലതും പല വലുപ്പത്തിലാണ് നമ്മൾ ചെയ്തത്. ആദ്യത്തെ ഒരു ഇതിനേക്കാളും ഇച്ചിരി കൂടെ വലുപ്പം, ഇത് തീരെ ചെറുത്, ഇത് സ്വല്പം കൂടെ വലുപ്പം, അങ്ങനെ പല രീതിയിലാണ് ചെയ്തത്. ഇത് നമ്മൾ 1/2 ഇഞ്ച് കൊണ്ടാണ്, 1/4 ഇഞ്ച് കൊണ്ട് ചെയ്താൽ ഇത്രയും ചുളുക്കം വരികയില്ല. ആ ഒരു പെറ്റലിന് ഇത്രയും ഒരു ഞുറിവ് പോലെ വരാതെയാണ് 1/4 ഇഞ്ചിൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. 1/4 ഇഞ്ചിൽ ഞാനൊരു ഫ്ലവറും ഒരു ലീഫും കൂടെ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ 1/4 ഇഞ്ചിൻ്റെ ലീഫിന് ഞാൻ 1/4 ഇഞ്ചിൻ്റെ യൂസ് ചെയ്യാം. അപ്പോൾ ആ ലീഫ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് 1/4 ഇഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാകും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, നമ്മൾ അകത്തുനിന്ന് അടിയിൽ നിന്ന് നമ്മൾ വലിക്കുന്ന അനുസരിച്ചാണ് ഇതിൻ്റെ വലുപ്പം. അങ്ങ് ഒത്തിരി നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അതൊരു ഷേപ്പ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത സമയം നമ്മളൊരു പൂവിൽ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. ഇനിയിപ്പോൾ ഇത് കെട്ടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അടിവശം കെട്ടുന്നത് ഒന്നെങ്കിൽ നമ്മൾക്ക് ഇത് കട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു നീളം ഇത്രയും വെച്ച് കട്ട് ചെയ്ത് ഇതിൻ്റെ ടിപ്പ് ഇങ്ങനെ ഒന്ന് മടക്കി ശേഷം ഇങ്ങനെ വെച്ച് നമുക്ക് ഗമ്മ് കൊണ്ട് ഒട്ടിക്കാം. അതൊരു ഓപ്ഷനാണ്. അല്ല എങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഫസ്റ്റ് ഒരു കെട്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു കെട്ട് ഇവിടെ ലാസ്റ്റിലും ഒരു കെട്ട് കൊണ്ടുവന്ന് നിർത്തുക. കണ്ടില്ലേ, ഇങ്ങനെ ഒരു കെട്ട് കൊണ്ടുവന്ന് നിർത്തുക. ശേഷം കട്ട് ചെയ്ത് വിടുക. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ നിർത്താൻ പറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാകും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു പെട്ടെന്നൊന്നും മനസ്സിലാകില്ല. വർക്ക് ഞാൻ ചെയ്ത് കാണിക്കാം. ഞാൻ ഇവിടെ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സെൻറ്ററിലൊരു ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ഇതിലാണ് ഞാൻ ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ എടുത്തിരുന്ന ആ ബാലൻസ് കൊണ്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കുത്തിയെടുത്ത ശേഷം ഇത് കണ്ടില്ലേ, ഇതിപ്പം ആദ്യം നമ്മൾ ചെയ്തതിൽ നിന്നും ഇച്ചിരിയും കൂടെ കട്ടിയുള്ളൊരു ക്ലോത്താണ്. അതാണ് ഇത്രയും വലിക്കുമ്പം വരുന്നത്. കണ്ടില്ലേ, ഞാൻ നല്ല ടൈറ്റായിട്ടൊക്കെ വെച്ചിരുന്നത് വലിച്ചെടുത്തപ്പോൾ അതെല്ലാം പോയി. അതുപോലെ ഇച്ചിരി പ്രയാസമാണ് ഇത് വലിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതുണ്ടല്ലേ, ഇങ്ങനെ ചെയ്തു. ആ പെറ്റൽ എത്രയും നമുക്ക് ആ ഒരു ഫ്ലവറിന് എത്രയും വലുപ്പം ഉദ്ദേശിക്കുന്നോ ആ ഒരു വലുപ്പം കണ്ട് നമ്മൾ മുന്നോട്ട് നീട്ടി എടുക്കുക. പിന്നെ അതേപോലെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നല്ല തിളക്കമുള്ള വശം മുകളിൽ വരുന്ന പോലെ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് ചെയ്യണമെന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കണ്ടില്ലേ, അപ്പോൾ
ഇവിടെ ഒരു പെറ്റൽ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഒരു പെറ്റൽ ഇപ്പോൾ ഒരു പെറ്റലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പെറ്റൽ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ 5 ലൈനാണ് ഇട്ടേക്കുന്നത്. പക്ഷേ ആ ഒരു വീതിയിൽ ഈ ഫ്ലവർ കംപ്ലീറ്റ് ആകുമെന്ന് തോന്നുന്നില്ല. ഒരു എണ്ണം ചെയ്തപ്പോൾ നമുക്കൊരു ഇത്രയല്ലേ ആയുള്ളൂ. ഒരു 6 പെറ്റലിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു വര ഇടേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് സെൻറ്ററിൽ ഒരു ഡോട്ട് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ജസ്റ്റ് ഒന്ന് ചെയ്യാനുള്ളതേ ഉള്ളൂ. കാരണം ഇത് തന്നെയല്ലേ ഒരു പെറ്റലായിട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും വേറെ ഒന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ അനുസരിച്ച് ഇപ്പുറത്തോട്ട് നീക്കി ഇടേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടുത്ത പെറ്റൽ ചെയ്യുന്ന ഇതിലാണ് അടുത്ത പെറ്റൽ ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ നീഡിൽ കൊണ്ട് തന്നെ ഇതൊന്ന് നേരെ ഇത് നേരെ ഒന്ന് മടങ്ങിപ്പോയി. അത് എന്തെങ്കിലും കൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ നീഡിൽ കൊണ്ട് തന്നെ ഒന്ന് നൂർത്ത് വെച്ചിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നൂർത്ത് വെച്ച് അല്ലേ അടുത്ത പെറ്റലായി. രണ്ടാമത്തെ പെറ്റൽ. ഇനിയിപ്പോൾ നമ്മൾ മൂന്നാമത്തെ പെറ്റൽ ചെയ്യുകയാണ്. എനിക്ക് ഈ ഒരു ലൈൻ അനുസരിച്ച് ചെയ്യാൻ ഇത് നടക്കുകയില്ല. കാരണം നമ്മൾ റിബണിൻ്റെ വലുപ്പം അനുസരിച്ച് അത് വ്യത്യാസപ്പെടുന്നതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ആ ഒരു വരയുടെ നോക്കേണ്ട ആവശ്യമില്ല. സെൻറ്ററിലെ ആ ഒരു ഇത് വെച്ച് ചുറ്റും നമ്മളങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത പെറ്റൽ നമ്മൾ ചെയ്യുകയാണ്. അടുത്ത പെറ്റൽ ഇങ്ങോട്ട് കുത്തി വിടുന്നു. അത് ഏകദേശം അതിൻ്റെ നീളം ചെയ്യുന്നതിൻ്റെ നീളം ഒരേപോലെ ആയാൽ മതി. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മാറ്റ് ഫിനിഷ് അല്ലാതെ തിളക്കമുള്ള വശം മുകളിൽ വരണം. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ അപ്പോൾ ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഒരു ഫ്ലവർ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മൾ ഇപ്പോൾ 1-2 പെറ്റൽ ചെയ്തല്ലോ. അതേപോലെ തന്നെ ചുറ്റും പെറ്റലുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ നമുക്കൊരു ഗ്യാപ്പ് വരുമ്പോൾ ആ ഗ്യാപ്പിൻ്റെ അവിടെ ബീഡ്സോ അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് മറ്റേ നമ്മുടെ സാധാ ത്രെഡിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്താലും മതി. നമുക്ക് ആ സെൻറ്റർ ഒന്ന് ഫില്ല് ചെയ്യാൻ വേറെ ഏതെങ്കിലും ഒരു ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ അല്ല എങ്കിൽ നമ്മുടെ ബീഡിട്ട് ഇതിട്ട് സെൻറ്ററിലൊന്ന് ചെയ്താൽ, അല്ല എങ്കിൽ ഇതിൻ്റെ യെല്ലോ കളറിട്ട് സെൻറ്ററിലൊന്ന് ചെയ്താലും അതൊരു നമുക്ക് ഒറ്റ ഡോട്ടായിട്ടത് ചെയ്താൽ മതി. നീളം കുറച്ചൊരു സ്ട്രൈറ്റ് സ്റ്റിച്ച് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ ആയാലും മതി. ഇതിപ്പോൾ ഞാൻ സെൻറ്ററിൽ ബീഡാണ് വയ്ക്കാൻ പോകുന്നത്. അല്ലേ ഇപ്പം 4 ഇത് ഫ്ലവർ 4 പെറ്റൽ വന്നപ്പോൾ തന്നെ ഇത്രേ ആയിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യമത്തെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായത് നമ്മുടെ ഇത് നിൽക്കുകയില്ലെന്ന്. ഇനിയിപ്പോൾ അഞ്ചാമത്തെ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ആശയം മനസ്സിലായല്ലോ. ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. അത് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. അല്ല എങ്കിൽ ഇതൊന്ന് വേണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് അവിടുത്തെ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ചെയ്യാം. അല്ല എങ്കിൽ ഇത് രണ്ടും ഒന്ന് നേരെയാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഗ്യാപ്പ് ഫില്ല് ആകുന്നതേ ഉള്ളൂ. അടുത്ത ഒരു പെറ്റൽ ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഒരു പെറ്റലൂടെ ചെയ്ത് ഞാനിതങ്ങ് നിർത്തുകയാണ്. എൻ്റെ റിബണിൻ്റെ നീളവും കുറവാണ്. അതുകൊണ്ട് ഈ ഇടയ്ക്ക് ഞാൻ ഫില്ല് ചെയ്യുന്നില്ല. അതൊന്ന് നിവർത്തി നമുക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പ് പോലെ ഉള്ളല്ലോ, അത് സാരമുള്ളതല്ല. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരെണ്ണം കൂടെ ചെയ്ത് ഞാനിത് ഫിനിഷ് ചെയ്യുകയാണ്. ഇനി ശേഷം ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സ്ട്രെയിറ്റ് സ്റ്റിച്ചിൽ ലീഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അത് സിംഗിൾ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രം കൊടുത്താലും നമുക്ക് ചെറിയ ലീഫായിട്ട് ചെയ്യാം. പക്ഷേ അതിലും ഒരു ഭംഗിയായിട്ട് ഒരു 3-4 എണ്ണം ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കൂടുതൽ വരുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് കണ്ടില്ലേ? ഇതിപ്പോൾ ഒരു ഫ്ലവറായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അല്ലേ ഈ ഇടയ്ക്കത്തെ ഗ്യാപ്പ് കുഴപ്പമില്ല. ഇതിപ്പം കണ്ടില്ല, വലിയ പ്രശ്നമില്ലാതെ വന്നു. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഒരു ബീഡൂടെ വെച്ചിട്ട് ലീഫ് കൂടെ കാണിക്കാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ലീഫാണ് ചെയ്യാൻ പോകുന്നത്. ലീഫ് ചെയ്യാൻ ഈ 4 ഇഞ്ചിൻ്റെ ഇത് ചെയ്ത് നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ. 4 ഇഞ്ചിൻ്റെ റിബൺ കൊണ്ടാണ് ഞാൻ ലീഫ് ചെയ്യുന്നത്. അപ്പോൾ അതും അതേപോലെ തന്നെ നമ്മൾ കയറ്റിയ ശേഷം അതിൻ്റെ ടിപ്പിലൂടെ ഒന്ന് ഇങ്ങനെ ഇറക്കി വിടുമ്പോൾ അതവിടെ ലോക്കായി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ടിപ്പ് ഒന്ന് കെട്ടുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ലീഫ് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഈ പൂവിനോട് അടുപ്പിച്ച് തന്നെ കണ്ട പൂവിന് സെൻറ്ററിൽ ഞാൻ 2 ബീഡ്സ് ഇങ്ങനെ വെറുതെ ഗം കൊണ്ട് ഒട്ടിച്ചതേ ഉള്ളൂ. അങ്ങനെ ചെയ്തതേ ഉള്ളൂ. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ലീഫ് ഇച്ചിരി അകത്തി കാണാം. ഞാനൊരു 5 ലീഫായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കണ്ട് ഞാനൊരു ഏറ്റവും മുകളിലത്തെ ലീഫാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. കണ്ടോ? ഇവിടെ നിന്ന് കുത്തി അതിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം മുകളിൽ വരുന്ന പോലെ വെച്ച് ഇങ്ങനെ കുത്തി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെയ്തു. കണ്ടില്ലേ? അപ്പോൾ ഒരു ലീഫായി. കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ആ 4 ഇഞ്ചിൻ്റേതാകുമ്പോൾ
ഇത്രയും ചുളുക്കം വരികയില്ല, സ്വല്പം കൂടെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. ആണല്ലേ, ആ ഒരു ലീഫായി. ഇനിയിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഇത്രയും ചെയ്തപ്പോൾ തന്നെ അത്രയും ഒരു ഫിനിഷിങ് വരുന്നു, നല്ലൊരു ലീഫിൻ്റെ ഒരു ഷേപ്പിൽ വരുന്നു. ഇനിയിപ്പം ഇങ്ങനെ ഈ ഒരെണ്ണത്തിന് നേരെ താഴെ നിന്ന് കുത്തി ഇനി ഈ ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് നമ്മുടെ ലീഫ് വരാൻ പോകുന്നത്. ചരിഞ്ഞ് ഇതേപോലെ നമ്മളുടെ ഇങ്ങനെ ഒരു ലീഫ് വന്നു. ഇനി അടുത്ത ലീഫ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത ഒരു ഹോളുണ്ടല്ലോ, ആ ഹോളിലത്തെ കൂടെ തന്നെയാണ്. അപ്പോൾ അവിടെ കുത്താൻ അധികം പ്രയാസമില്ല. ഒരു ഹോളിൽ കൂടെ തന്നെ ഞാൻ കുത്തി അടുത്ത ലീഫ് എടുത്തു. അതിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം മുകളിൽ വന്നുകൊണ്ട് ഇങ്ങനെ ഈ വശത്തേക്ക് ചരിച്ച് കുത്തി. നമ്മൾ ഏറ്റവും പൊക്കമുള്ള ഏറ്റവും നീളത്തിലുള്ള ആ ലീഫിൻ്റെ അത്ര എത്തരുത്. അതിൻ്റെ താഴെ നിന്ന് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഇപ്പുറത്തുനിന്ന് കാണാം, അതിനേക്കാളും പൊക്കം കുറച്ചാണ് നമ്മൾ അടുത്ത ചെയ്യുന്നത്. അപ്പോൾ 2 ലീഫുകളായി. ഇവിടെ ഒരു ത്രെഡ്, താഴെ നിന്ന് വന്നൊരു ത്രെഡ് വലിഞ്ഞ് കിടപ്പുണ്ട്. രണ്ട് ലീഫായി. ഇനി ഒരു 2 ലീഫ് കൂടെ ചെയ്യുവാണ്. ഇവിടെ നിന്ന് കുത്തി ഇനിയും അടുത്ത് ചരിഞ്ഞ് വരുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇവിടേക്കാണ്, മറ്റേ അതിൻ്റെ അത്ര നീളമില്ലാതെ ഇച്ചിരി കൂടെ ചരിഞ്ഞ് വരുന്ന പോലെയാണ് നമ്മൾ അടുത്തത് കുത്തിയത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുത്തി. ഇനിയിപ്പോൾ ഈ ഒരു നമ്മൾ ആദ്യം എടുത്ത ആ ഹോളിൽ കൂടെ തന്നെ അടുത്തത് കുത്തി ഇങ്ങേക്ക് ഇതുണ്ട് ഈ മുകളിലേക്ക് ചരിച്ച് അതിൻ്റെ ഇപ്പറയായിട്ട് കുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ മുകളിൽ ഇവിടെ ഇങ്ങനെ ത്രെഡിലല്ല റിബണിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ച് താഴേക്ക് ഇറക്കി ഇങ്ങനെ ചെയ്തു. അപ്പോൾ 5 ലീഫിലായിരുന്നു ആദ്യം നിർത്താൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ചെറുതായിട്ടിരിക്കുന്ന പോലെ തോന്നുന്നതുകൊണ്ട് ഇനി വരെ എത്താഞ്ഞത് കൊണ്ടാണ് ഒരു ലീഫ് കൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതല്ലേ, ഇത്രയും എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. വേണമെങ്കിൽ ഒരു ലീഫ് കൂടെ കൊടുക്കാം നമുക്ക്. ഇത്രയും ഏതായാലും ചെയ്തതല്ലേ, അപ്പം ഒരു ലീഫ് കൂടി ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലീഫ് കൂടെ ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിവിടെ ചെയ്ത് നമ്മളുടെ വർക്ക് ഇവിടെ നമ്മൾ അല്ലേ ഈ ഒരു ഫ്ലവറും, അപ്പം കണ്ടില്ലേ ഒരു ഫ്ലവറും, ആ ഫ്ലവറും ലീഫും നമ്മളിതെല്ലാം ചെയ്തത് സ്ട്രെയിറ്റ് സ്റ്റിച്ചിലാണ്. ഫ്ലവർ കണ്ടില്ലേ, ഫ്ലവർ 1/2 ഇഞ്ചിൻ്റെ റിബണും ഇത് 4 ഇഞ്ചിൻ്റെ റിബണും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നമ്മൾ ചെയ്ത ആ ഫ്ലവറിൻ്റെ ഒരു എടുപ്പ് കണ്ടോ. നമ്മൾ ഇതിച്ചിരി ഒന്ന് ക്ലോത്തിൽ നിന്നൊന്ന് പൊങ്ങി നിൽക്കുകയും ചെയ്യും. ഇത് നല്ല ഭംഗിയായിട്ട് നമ്മുടെ കുഷ്യനുകളിൽ, ബെഡ്ഷീറ്റുകളിൽ, അതുകൊണ്ട് തന്നെ ഹൂപ്പാർട്ടിൽ ചെയ്യാം. ഡ്രസ്സുകളിലും ചെയ്യാവുന്നതാണ്. ചുരിദാറിലൊക്കെ നമ്മൾ അങ്ങനെ കാണാറില്ല, എന്നാലും അപൂർവമായിട്ട് ആളുകൾ ചെയ്യാറുണ്ട്. ഇതൊരു ടീഷർട്ടിൽ ഇതുപോലെ തന്നെ ഒരു ഫ്ലവർ ചെയ്തതാണ്. ലീഫും ഇങ്ങനെ 2 ഫ്ലവറും 2 ലീഫും ഇങ്ങനെ ചെയ്തതാണ്. ഉണ്ടല്ലേ, ഇത് മറ്റൊരു വർക്ക് ചെയ്തേക്കുന്നത് ഇത് 2.25 ഇഞ്ചിൻ്റെ റിബൺ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലവറും ലീഫും ചെയ്തിരിക്കുന്നത് 4 ഇഞ്ച് കൊണ്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ട് തന്നെ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റിബൺ എംബ്രോയിഡറി 2-3 ടൈപ്പുകളോട് നമ്മളിനി പഠിക്കാനുണ്ട്. അപ്പോൾ വീഡിയോകളുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.